ദീനിന്റെ കാര്യങ്ങൾ നാം പറയുമ്പോൾ അതിന് ശരിയായ അടിസ്ഥാനം ഉണ്ടായിരിക്കണം. എന്തെങ്കിലും ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിൽ ദീനിൽ സംസാരിക്കാൻ പറ്റില്ല. നാം ദീനിൽ എന്തെങ്കിലും കാര്യം പറയുകയാണെങ്കിൽ അതിന്റെ പിൻബലം, അതിന്റെ അടിസ്ഥാനം പരിശുദ്ധ ഖുർആനായിരിക്കണം. അതും പരിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് നോക്കിയാൽ നേരിട്ട് മനസ്സിലാകുന്നത് അത് പോരാ. അത് ശരിയുമാവാം തെറ്റുമാവാം. നമുക്ക് നേരിട്ട് ഖുർആൻ ഉൾക്കൊള്ളാനുള്ള കഴിവില്ല. നാം ദീനിൽ ഒരു കാര്യം പറഞ്ഞു, അതിന് തെളിവ് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ആ പരിശുദ്ധ ഖുർആനെ മനസ്സിലാക്കിയത് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. രണ്ടാമതായി ആ പരിശുദ്ധ ഖുർആനെ ഉൾക്കൊണ്ടത് നക്ഷത്ര തുല്യരായ അസ്ഹാബികൻ നുജൂം ഫബിഅയ്യിഹിം യഖ്തദൈതും എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചവരായ ആ ഉന്നതന്മാരായ സ്വഹാബത്ത്. അല്ലാഹു തആല അവരെ സംബന്ധിച്ച് പറഞ്ഞു, റളിയല്ലാഹു അൻഹും, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അല്ലാഹു അക്ബർ. വസ്സാബിഖൂന അസ്സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ. അവരെ സംബന്ധിച്ച് ഖുർആനിൽ പല സ്ഥലങ്ങളിലും അല്ലാഹു തആല മഹാന്മാരായ സ്വഹാബത്തിനെ വിശേഷിപ്പിച്ചുകൊണ്ട് അവരുടെ സ്ഥാനങ്ങളും അവരുടെ പദവിയും വിവരിച്ച് അല്ലാഹു തആല പല ആയത്തുകളും ഇറക്കിയിട്ടുണ്ട്. അങ്ങനത്തെ സ്വഹാബത്താണ് രണ്ടാമതായി ഖുർആൻ മനസ്സിലാക്കിയത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മഹാന്മാരായ സ്വഹാബത്തും മനസ്സിലാക്കിയത് പോലെ പരിശുദ്ധ ഖുർആനെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് ഈ 1400 വർഷം പിന്നിട്ട ബുദ്ധി എന്താണ് ഇന്നത്തെ ബുദ്ധിനെ സംബന്ധിച്ച് പറയാനുള്ളത്? ഈ ബുദ്ധി കൊണ്ട് പരിശുദ്ധ ഖുർആനെ മനസ്സിലാക്കിയാൽ പോരാ, അവര് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം. അവര് സ്വീകരിച്ചതുപോലെ നാം പരിശുദ്ധ ഖുർആനെ സ്വീകരിക്കണം. ആ സ്വഹാബത്തിൽ നിന്ന് താബിഈങ്ങൾ പഠിച്ചു. ആ താബിഈങ്ങളിൽ നിന്ന് തബഅ താബിഈങ്ങൾ പഠിച്ചു. അതാണ് റളിയല്ലാഹു ഈ പറഞ്ഞത്. നമ്മുടെ തരീഖത്ത് അഥവാ നൂറ് ശതങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുവിൽ നിന്ന് നമുക്ക് ലഭിച്ചതായി പരിശുദ്ധ ദീൻ അഥവാ ഖാദിരിയ ചിശ്തിയ ഈ തരീഖത്തിന്റെ അടിസ്ഥാനം പരിശുദ്ധ ഖുർആനാണ്, തിരുസുന്നത്താണ്. ആ പരിശുദ്ധ ഖുർആനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും മനസ്സിലാക്കിയതുപോലെയാണ് നമുക്ക് നമ്മുടെ ശൈഖ് മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നത്. ആ സ്വഹാബത്ത് എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസിനെ മനസ്സിലാക്കിയെങ്കിൽ അങ്ങനെയാണ് ഹദീസിനെ നാം മനസ്സിലാക്കേണ്ടത്. സ്വഹാബത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഹദീസിനെ നേരിട്ടൊന്ന് മനസ്സിലാക്കുക എന്നത് അത് ശരിയായ വഴിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജീവിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് ഹദറിലും സഫറിലും സഹവസിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണെന്ന് അവിടുത്തെ ലാഹിറും ബാത്തിനും അവിടുത്തെ അവ്വലും ആഖിറും സർവ്വം മനസ്സിലാക്കിയതായിരിക്കണം മഹാന്മാരായ സ്വഹാബത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ വാക്കുകളെയും അവരെങ്ങനെയാണ് ഉൾക്കൊണ്ടെങ്കിൽ അങ്ങനെ നാം ഉൾക്കൊള്ളണമെന്നാണ് മഹാനായ നൂറ് ശതങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹു നമുക്ക് പഠിപ്പിച്ചത്. അത് അവരുടെ സ്വന്തം അഭിപ്രായമല്ല, ഇതാണ് ദീനിന്റെ പരിശുദ്ധ ഇസ്ലാമിന്റെ തീരുമാനം. ദീനിൽ നമുക്ക് എന്ത് കാര്യം പറയാം, ഏത് പണ്ഡിതനും ദീനിനെ സംബന്ധിച്ച് സംസാരിക്കാം, പക്ഷെ അടിസ്ഥാനം ഉണ്ടായിരിക്കണം. ഇത് എന്തെങ്കിലും കെട്ടുകഥ പോലെയല്ല പരിശുദ്ധ ഇസ്ലാം. ഇതിന് രേഖകളും പ്രമാണങ്ങളും അടിസ്ഥാനങ്ങളും ഒക്കെ ഉള്ളതാണ് പരിശുദ്ധ ദീൻ. ഇതിന്റെ രേഖയാണ് പരിശുദ്ധ ഖുർആൻ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനങ്ങൾ, ഹദീസ് ഷരീഫ്, സ്വഹാബത്താണ് നമ്മുടെ തെളിവ്. നമ്മുടെ ഇമാമിയങ്ങൾ അവരാണ്. ലോകത്ത് വന്ന ആദ്യ ഔലിയാക്കൾ, ആദ്യ അഖ്താബീങ്ങൾ, മശായിഖ് മഹാന്മാരായ സ്വഹാബത്താണ്. അവരുടെ പാതയിൽ നിന്ന് അവരുടെ വഴിയിൽ നിന്ന് അവരൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഖുർആനെ നേരിട്ട് ഒരു പണ്ഡിതൻ എന്ന് അർത്ഥം വെച്ചാൽ അത് സ്വീകരിക്കാൻ നമുക്ക് പറ്റൂല. ഖുർആനിലെ ഓരോ ആയത്തുകളും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിനെ സംബന്ധിച്ച്? ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാന ഖുലുഖുൽ ഖുർആൻ, അവിടുത്തെ സ്വഭാവം ഖുർആനായിരുന്നു. സ്വഹാബാക്കൾ ഖുർആനെ
ഓതുന്നതിൽ മാത്രമല്ലായിരുന്നു, അത് ഓതലും അത് പഠിക്കലും അത് അറിഞ്ഞു അതിന്റെ ഉള്ളിലും ഇന്നലെ ഖുർആൻ വലിയ ബത്തുന ഈ ബത്തുന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ചതായ അതിന്റെ എല്ലാ ബാത്തിനുകളിലേക്കും ഇറങ്ങിച്ചെന്ന് ആഴമായി അതിനെ ഉൾക്കൊണ്ടവരാണ് മഹാന്മാരായ സ്വഹാബത്ത്. അവരെ മാറ്റി നിർത്തി നാം ഖുർആനിൽ ചിന്തിച്ചാൽ അത് അപകടമാണ്. അത് സ്വീകരിക്കാൻ ഒരു ശാതങ്ങൾക്ക് സാധിക്കൂല, അവിടുത്തെ മുരീദന്മാർക്കും സാധ്യമല്ല. അവിടുത്തെ ഉപ്പാപ്പ ഒരു ശാതങ്ങളുടെ ഉപ്പാപ്പ മൊയ്തീൻ ശേഖ് റളിയല്ലാഹു അൻഹു അതേ തീരുമാനം തന്നെ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് വായിച്ചു തന്നത് കിതാബും സുന്നത്തും. അത് വെച്ചിട്ട് മുരീദിന്റെ അഖീദ ശരിപ്പെടുത്തലാണ് ശൈഖിന്റെ ആദ്യ ജോലിന. പല കാര്യങ്ങളും ഇവിടെ പറയാനുണ്ട്, സമയത്തിനനുസരിച്ചൊക്കെ പറയാൻ ഇൻഷാ അല്ലാഹ്. ഇവിടെ പ്രസംഗത്തിൽ കോട്ടുമല ഉസ്താദ് പറഞ്ഞു, ബയ്യത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവന് ലോകത്ത് ഏറ്റവും വലിയ പണ്ഡിതനായിരിക്കണം. ലോകത്ത് ഏറ്റവും വലിയ പണ്ഡിതനായാൽ മാത്രം പോരാ, അവനെ പോലത്തെ മറ്റൊരു ലോക പണ്ഡിതനുമായി വാദപ്രതിവാദം നടത്തി ആ വാദപ്രതിവാദത്തിൽ ജയിക്കണം. അതിന് ശേഷം ബയ്യത്ത് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇവിടെ പ്രസംഗത്തില് പറഞ്ഞിരുന്നു. അങ്ങനത്തെ പണ്ഡിതനിപ്പോ എന്റെ അഖീദനെ ശരിയാക്കാനാ ശേഖ് മൊയ്തീൻ ശേഖ് നമ്മൾ പറഞ്ഞത് ബയ്യത്ത് ചെയ്താൽ ആ മുരീദിന്റെ ആദ്യമായി ഖുർആനും ഹദീസും വെച്ച് അവന്റെ വിശ്വാസം ശരിയാക്കണം. സ്വഹാബത്ത് താബീങ്ങൾ ഇമാമിയങ്ങൾ പറഞ്ഞതനുസരിച്ച് അവന്റെ വിശ്വാസം ശരിയാക്കിയെടുക്കണം എന്നാണ്. അപ്പൊ ഈ വാദപ്രതിവാദം നടത്തി ജയിച്ച പണ്ഡിതന്റെ വിശ്വാസം ശരിയല്ലേ? ഈ ശേഖ് ശരിയാക്കി കൊടുത്തിട്ട് വേണോ? അതിന് ശേഷമാണോ ബയ്യത്ത്? എന്താണ് ആ പറഞ്ഞത്? മഹാന്മാര് പറഞ്ഞ വാക്കുകളാണത്. അത് ഇവർക്ക് മനസ്സിലായില്ലേ? സംസാരത്തിന്റെ ഇടയിൽ അതിനെപ്പറ്റി വിശദമായിട്ട് ഞാൻ പറയും. ആദ്യമായി മുഖവുര ഞാൻ പറഞ്ഞു വെക്കുകയാണ്. നമുക്ക് പറയാനുള്ള തെളിവ് ഈ കിതാബാണ്, അഥവാ പരിശുദ്ധ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. മഹാന്മാരായ സ്വഹാബത്ത് പരിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. ആ സ്വഹാബത്തുള്ള താബീങ്ങൾ മനസ്സിലാക്കി, താബീങ്ങളുടെ തബഅ താബീങ്ങൾ, മശായിഖന്മാർ, മുഫസ്സിരീങ്ങൾ, മുഹദ്ദിസീങ്ങൾ, ഫുഖഹാ ഇന്നേ വരെയുള്ള ഔലിയാക്കൾ, ആരിഫീങ്ങൾ, ഉഖ്റവിയായ പണ്ഡിതന്മാർ മനസ്സിലാക്കി പോന്ന് ആ രീതിയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം. അതെല്ലാം മാറ്റിവെച്ചും കൊണ്ട് പുതിയൊരു രീതിയിൽ ദീൻ പറയുമ്പോ അത് കേൾക്കാൻ നമുക്ക് കഴിയില്ല. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. പ്രസംഗത്തിൽ ഇവിടെ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആദ്യമായി നിങ്ങൾക്ക് ഞാൻ ഓർമ്മപ്പെടുത്താം. അഹമ്മിയത്തെ തെളിയിക്കപ്പെടുത്ത അത് കണ്ടു പറഞ്ഞു. ഇവിടെ പ്രസംഗിച്ചോ പറഞ്ഞു സംസ്ഥയുടെ തീരുമാനം. ആ പുസ്തകത്തിൽ 60-ാം വർഷം 1974 അവര് മുഷാവറ കൂടി തീരുമാനിച്ചപ്പം പറഞ്ഞ ഗ്രന്ഥങ്ങളാണ് ഈ അഹ്മിയത്ത്, തരീഖത്ത്, മജ്ലിസ്, സിൽസില, ഖുലഫാ, നൂരിയ, നിയമങ്ങളും ചട്ടങ്ങളും തുടങ്ങിയുള്ള പുസ്തകം, അസ്റാർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് തുടങ്ങിയുള്ളതായിരിക്കുന്ന പുസ്തകങ്ങളിലൊക്കെ ഇതൊക്കെ നൂറുശതങ്ങൾ എഴുതിയ കിതാബുകളാണ്. ആ കിതാബുകളിലൊക്കെ പലതും ശറഈന് യോജിക്കാത്തതുള്ളത് കൊണ്ടാണ് സമസ്ത അതിനെ എതിർത്തത്. അതിന്റെ എതിരിൽ ഫത്വ പാസ്സാക്കിയെന്നൊക്കെ ഇവിടെ വായിച്ചല്ലോ. എന്നിട്ട് അതിന് കിതാബുകൾ എടുത്തു നോക്കുക, അഹ്മിയത്ത്, തരീഖത്തും അതുപോലുള്ളതൊക്കെ എടുത്തിട്ട് അതിന് ചില ഉദാഹരണങ്ങളൊക്കെ വായിച്ചു കാണിച്ചു. എന്താണ് അതിൽ എത്രത്തോളം സത്യമുണ്ട്, എത്രത്തോളം അസത്യമുണ്ട്, അത് ഏത് അടിസ്ഥാനത്തിലുള്ള സംസാരമാണ് എന്നത് ചെറിയ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാതിനുള്ള തൗഫീഖ് ചെയ്തു തരട്ടെ. അത് വായിക്കണ്ടല്ല, അഹ്മിയത്ത് തരീഖത്തിൽ മുമ്പ് വായിച്ചു. ശൈഖുനാ തങ്ങള് ബയ്യത്ത് ചെയ്ത് അവിടുന്ന് ഒരു 10-20 വർഷം കഴിഞ്ഞാൽ തന്റെ അഹ്വാലുകളിൽ നിന്ന് വിവരിച്ചതായിരിക്കുന്ന ഒരു കിതാബാണ് ഈ അഹ്മിയത്ത് തരീഖത്ത്. അതിന്റെ ഉറുദു കിതാബാണ്. ഇത് ഉറുദാണ്. അഹ്മിയത്ത് തരീഖത്ത്, തരീഖത്തിന്റെ പ്രാധാന്യം അഥവാ ദീനിന്റെ പ്രാധാന്യം. ഈ കിതാബ് മഹാനായ ഒരു ശാതങ്ങൾക്ക് ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. എന്റെ 20-20 വർഷത്തെ എന്റെ ശൈഖിന്റെ സഹവാസത്തിൽ എനിക്കുണ്ടായ വാരിദാത്തുകൾ, അഹ്വാലുകളാണ്.
ഇങ്ങനെ മശായിഖന്മാര് ഔലിയാക്കൾ അവര് സുലൂക്ക് ചെയ്ത് മുന്നേറുന്ന സന്ദർഭത്തിൽ അവരുടെ സുലൂക്കിൽ പല അഖബകളും പല മഖാമാത്തുകളും പല അവസ്ഥകളും ഓർ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അത് അവർ ചിലരൊക്കെ എഴുതി കിതാബാക്കിയിട്ടുള്ളത് ധാരാളമുണ്ട്. ഇമാം അബ്ദുൽ വഹാബ് ഷഹറാനി റളിയല്ലാഹു തആല അൻഹു വലിയ പണ്ഡിതനായിരുന്നു. മറുഭാഗവും അംഗീകരിക്കുന്നതാണ്. അവരുടെ കിതാബുകൾ അവരും വായിക്കുന്നതാണ്. അബ്ദുൽ വഹാബ് ഷഹറാനി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ലതായിഫുൽ മിനൻ എന്നൊരു കിതാബുണ്ട്. എന്താണ് ആ കിതാബിൽ ആദ്യം പറയുന്നത്? അദ്ദേഹത്തിന്